നമ്മൾ നോലും തുടങ്ങിയിട്ട് കുറച്ച് ദിവസം അയക്കണം കേട്ടാ. കുടുംബിലും ഏട്ടനൊക്കെ മലക്കി വന്നിട്ടുണ്ട്. കുടുംബിലൊക്കെ കന്യാസ്വാമികളാണ്. ഏട്ടൻ പിന്നെ കുറേ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം അടുത്തായിട്ട് കുറച്ച് പോവാതെ ഇങ്ങനെ ഓരോരോ സിറ്റുവേഷൻ വന്നിട്ട് പിന്നെ കുടുംബിലൊക്കെ ചെറുതല്ലായിരുന്നു. അപ്പോൾ പിന്നെ നമുക്കൊരു വൃത്തിയും വെടുപ്പൊന്നുമില്ല. അതൊന്നും ഈ പരിപാടിക്ക് ഒന്നും നടക്കില്ല. അപ്പോൾ പിന്നെ പിള്ളേർ വലുതായിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പെൻഡിങ് ആക്കി ഇക്കൊല്ലം നമ്മൾ അങ്ങനെ മലക്കി പോകണം കേട്ടോ. അപ്പോൾ മലക്കി ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ എപ്പോഴാണ് മഴ പെയ്യുക എപ്പോഴാണ് മഴ പെയ്യാതിരിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല. രാവിലെ വെയിലുണ്ട് ഉച്ചയ്ക്ക് മഴയാവും, ഉച്ചയ്ക്ക് വെയിലുണ്ട് രാവിലെ മഴയാവും എന്നുള്ള അവസ്ഥ ആയതുകൊണ്ട് നല്ല വെയിലുള്ളൊരു ദിവസം നോക്കിയിട്ട് ഞാനതെല്ലാം ഒന്നാണ്ട് മുക്കി വിരിച്ചിടാന്ന് വിചാരിച്ച്. ഇനി നമുക്ക് പുതപ്പും കൂടെ കിട്ടാണ്ട് കേട്ടോ. പുതപ്പ് ഞാൻ ഓൺലൈനിൽ 5 എണ്ണം 500, 4 എണ്ണം 500 അങ്ങനെ എന്തോ ആയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അതാവുമ്പോൾ നമുക്കിപ്പോൾ തൽക്കാലത്തെ ആവശ്യത്തിന് മാത്രം മതിയല്ലോ. പിന്നെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉള്ളതാണ്. പിന്നെ ഇതിനൊക്കെ പുതിയത് ഉപയോഗിക്കേണ്ടതുകൊണ്ട് മാത്രം നമ്മൾ പുതിയത് വാങ്ങുകയാണല്ലോ. അപ്പോൾ ഇനി വന്നാലേ അറിയുള്ളൂ അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത്. ഞാൻ ഏട്ടന് കാണിച്ചു കൊടുത്തിട്ട് ഏട്ടനെ കൊണ്ട് വാങ്ങിപ്പിക്കുകയാണ്. അപ്പോഴേ ഏട്ടൻ പറഞ്ഞത് അത് കൊള്ളൂലടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അറിയാൻ പാടില്ല ദൈവം, അതെങ്ങാനും ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്താവും ആവാം. അപ്പോൾ നമ്മളെ സാധനങ്ങളൊക്കെ വെയിലത്ത് ഇട്ടിട്ടുണ്ട്. കുടൂനും കിലൂനും ഓരോ ടീഷർട്ടും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുൾ കൈ ഇനി രാത്രിയൊക്കെ നിൽക്കേണ്ടി വന്നാലും വിചാരിച്ചിട്ട് അപ്പോൾ ആ പടിയുണ്ട് കഴിഞ്ഞിട്ടുണ്ട്.